ഒരു ഭാഗത്ത് സ്വപ്നമുയർന്ന് ദൃഷ്ടദ്യുമ്നനെ നേതാവാക്കി ആയുധങ്ങൾ മുഴുവൻ സജ്ജീകരിച്ച് 7 അക്ഷൗഹിണികളെ ഒരുക്കി രംഗത്തെത്തിയത് അക്ഷൗഹിണികളെല്ലാം തന്നെ വന്നു ചാടിയതല്ല, സ്വപ്നത്തിൽ ഈ യുദ്ധം രൂപാന്തരപ്പെട്ടത് കൊണ്ട് വന്നതാ. ഇല്ലെങ്കിൽ ഇത് വരികയില്ല. ഇത്രയും സ്വപ്നങ്ങൾ ഇവർ ഒരുക്കി നിൽക്കുമ്പോഴും ധീരനായി എന്റെ അന്തരംഗത്തിൽ യുദ്ധമില്ല എന്ന് പറഞ്ഞ് തേരാളിയായി മടികൂടാതെ വന്നു നിൽക്കുന്ന കൃഷ്ണനും ആ യുദ്ധക്കളത്തിലെ നമ്മുടെ കാഴ്ചയാണ്. വ്യാസനന്റെ നാടകം ഒരുക്കുന്ന രീതി നോക്കുക. ഒന്ന്, പാണ്ഡവന്മാർ 7 അക്ഷൗഹിണികളുമായി മനസ്സും അതിന്റെ ഏകാന്തതയും സ്വപ്നവും മഹായുദ്ധമായി പരിണമിച്ച് ആയുധവർഷത്തിനൊരുങ്ങുമാർ യുദ്ധക്കളത്തിന്റെ മധ്യത്തിലേക്ക് വന്ന് നിലകൊള്ളുന്ന ഒരു രംഗവും, അത്രയും ഒരുക്കങ്ങളുടെ മധ്യത്തിൽ ആയുധങ്ങളൊന്നുമില്ലാതെ തന്റെ സ്വപ്നങ്ങൾ അഹിംസയുടെയും അസ്തേയത്തിന്റെയും അപരിഗ്രഹത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും അതുല്യപ്രഭാവങ്ങളായ ലോകങ്ങളിലാണെന്നും എന്നാൽ അതൊന്നും നിങ്ങളോടൊപ്പം നിലകൊള്ളുവാൻ എനിക്കൊരു ശത്രുതയെ തരുന്നില്ലെന്നും എന്നിൽ നിങ്ങളോട് പോലും ശത്രുതയുള്ള ഭാവാദികളില്ലെന്നും പ്രകടമാക്കിക്കൊണ്ട് ആ യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന കപട നാടക സൂത്രധാരിയായ ഒരു കണ്ണനും ഈ യുദ്ധത്തെയും യുദ്ധത്തിൽ നിന്ന് വ്യതിരിക്തമായ കൃഷ്ണഭാവത്തെയും കൊട്ടാരത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിച്ച് യുദ്ധത്തിന്റെ നിയാമകത്വത്തെ തന്റെ ചൊൽപ്പടിയിൽ ഒതുക്കി ഭീഷ്മനെന്ന പാണ്ഡവ കൗരവന്മാർക്ക് പിതാമഹനായ സർവസൈന്യാധിപനെ എല്ലാം ഭരമേൽപ്പിച്ച് തന്റെ പുത്രന്റെ അധികാരങ്ങളെ അത്രയും കൃഷ്ണനേക്കാൾ അതീതമായി സംരക്ഷിക്കുവാൻ തേജസ്സുറ്റൊരു ഭീഷ്മനിൽ എല്ലാം സമർപ്പിച്ച് കാത്തിരിക്കുന്ന ആ ബലിഷ്ഠമായ സ്വാപ്നിക യുദ്ധത്തിന്റെ പ്രതിപുരുഷനായ ധൃതരാഷ്ട്രനും ഒരുമിച്ചൊരു വായനക്കാരൻ അവന്റെ വിചാരധാരയുടെ അന്തരാളങ്ങളിൽ നോക്കിക്കണ്ടാൽ ലോകത്തിന്നോളം അവൻ വായിച്ചു കൂട്ടിയിട്ടുള്ള ഒരു സാഹിത്യത്തിനും ഒരു കലയ്ക്കും ഒരിക്കൽ പോലും അവന്റെ അന്തരംഗത്തെ ശുദ്ധമാക്കാൻ കഴിയില്ലാത്തതെന്ന് ഉറക്കെ പറയാവുന്നതും അതേസമയം തന്നെ അവനെ ഒരു നിമിഷാർദ്ധം കൊണ്ട് ശുദ്ധമാക്കാൻ പര്യാപ്തവുമായ ഒരു പ്രാചീന ഇതിഹാസത്തിന്റെ അന്തരംഗ ഭൂവിലേക്ക് അവനെ വലിച്ചെടുപ്പിക്കുന്നത്. ഒന്നിച്ച് നിങ്ങൾ കാണുമെങ്കിൽ ഒരു സിനിമ കാണുന്ന പോലെ കാണണം. കൊട്ടാരത്തിലെ സിംഹാസനത്തില് യുദ്ധത്തിന്റെ ഓരോ ഗതിയും വിഗതിയും തന്റെ നിയന്ത്രണത്തിലാക്കി ഗൂഢമായി പുഞ്ചിരിച്ച് അല്ലേ? കാരണം ഭീഷ്മനാണ് തന്റെ സർവ്വസൈന്യാധിപനെന്നും തന്റെ പുത്രന്റെ വിജയം സുനിശ്ചിതമാണെന്നും 11 അക്ഷൗഹിണികൾ കൂടെയുണ്ടെന്നും അതുകൊണ്ട് തന്നെ പാണ്ഡവന്മാരുടെ പരാജയം സുനിശ്ചിതമാണെന്നും ലോക നിഷ്കണ്ടകമായ സാമ്രാജ്യാധിപത്യം തന്റെ പുത്രന് ലഭിക്കുമെന്നും അതോടുകൂടി എല്ലാ ദുരിതങ്ങളും തീരുമെന്നും അങ്ങനെ എല്ലാം തന്റെ പുത്രനിൽ അർപ്പിച്ച് സമാധാനപൂർവം ചരമത്തിലേക്ക് പോകാൻ തനിക്ക് കഴിയുമെന്നും വിചാരിച്ച് സിംഹാസനത്തിലിരിക്കുന്ന ഒരു ധൃതരാഷ്ട്രനെയും അതിന് ബദലായി സ്വാപ്നിക യുദ്ധങ്ങൾ ഒരുക്കി യുദ്ധക്കളത്തിലെത്തി 7 അക്ഷൗഹിണികളോടുകൂടി അടരാടുന്ന പാണ്ഡവരെയും അതിൽ പ്രമുഖനായ അർജുനനെയും ഇവിടെ ഒന്നും യുദ്ധമില്ല എന്ന് ഉറക്ക വിശ്വസിച്ച് അന്തരംഗത്തെ പരമപവിത്രമാക്കി സ്വപ്നങ്ങളിൽ യാതൊരു കാലുഷ്യവും ഏൽക്കാതെ നിൽക്കുന്ന കൃഷ്ണനെയും ഒരേ കണ്ണുകൾ കൊണ്ട് അന്തരംഗത്തിൽ ഒരുമിച്ച് കണ്ട് ആ അർജുന സംവേദനത്തിൽ നിന്ന് മനസ്സിനെ വികസിപ്പിച്ച് ഭീഷ്മപതനത്തിലൂടെ യുദ്ധമില്ലായ്മയുടെ സ്വപ്നത്തിൽ നിന്ന് യുദ്ധം തുടച്ചു കളഞ്ഞ
ധൃതരാഷ്ട്ര സന്ദേശത്തിലേക്ക് വികസിച്ച് ജന്മനാ തന്നെ യുദ്ധമില്ലാത്തൊരു കൃഷ്ണഭാവത്തിലേക്ക് മാനവൻ ഉണരുന്ന തഥ്യേ നിങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയുമെങ്കിൽ ഗീത നിങ്ങളുടേതാണ്.